ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തെന്ത് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിന്നത് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറെ മീഷോയിൽ തന്നെയാണ്, ഫ്ലിപ്കാർട്ടിൽ തന്നെയാണെങ്കിലും കുറെ നമ്മൾ ടോപ്സ്, ഇത് കുർത്താസ് അങ്ങനെ കുറെയൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ജീൻസ് അങ്ങനെ കുറെ ചെയ്തിട്ടില്ലേ. നമ്മൾ നോക്കിയ സ്കേർട്സ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സ്കേർട്സിന്റെ ഒരു പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സ്കേർട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ ഷോർട്സോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്കേർട്സ് ഞാൻ വാങ്ങിയത്, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോന്ന് വാങ്ങിയ കുറച്ച് സ്കേർട്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു ചോദിച്ചു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഷോർട്ട് സ്കേർട്ട് ആണ് കേട്ടോ. ഡെനിമിന്റെ തന്നെ എനിക്ക് വളരെ വിലക്കുറവില് ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഡെനിമിന്റെ സ്കേർട്ടാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഷോർട്സ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഫിൽറ്ററിന്റെയും ബാക്കി കാര്യങ്ങൾ കാരണം ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. ഇതാണ് കേട്ടോ, നല്ല സ്കേർട്ട് അല്ലേ, ഷോർട്ട് സ്കേർട്ടാണ്. നമ്മുടെ മുട്ടിന്റെ മേളിൽ അങ്ങനെ നിൽക്കും കേട്ടോ. അത്രേ ഉള്ളൂ. സ്കേർട്ട് വരുമ്പോ ഇത്ര വരും. സൈസ് വന്നിട്ട് ഞാൻ വാങ്ങിയത് 34 ആണ് കേട്ടോ. ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് കാഷ്വലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഒരു സമയത്ത് ഈ കാഷ്വലി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു കേട്ടോ. കുറച്ച് നാളായിട്ടേ ഉള്ളൂ, ഫ്ലിപ്കാർട്ടിൽ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. നല്ല വില കുറവ്, നല്ല ബ്രാൻഡഡ് സാധനം, നല്ല ബ്രാൻഡഡ് കേട്ടോ. നല്ല വില കുറവ്, നല്ല അടിപൊളി മെറ്റീരിയലുള്ള നല്ല നല്ല ടോപ്പുകളും ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ സ്കർട്ട് വന്നിട്ട്. പിന്നെ ഇതിന്റെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ബെൽറ്റ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബക്കിൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ ടൈറ്റ് ആവശ്യം, പേസ്റ്റിന്റെ അവിടെ നിന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. പിന്നെ ഈ ബട്ടൺ ആണ് കേട്ടോ. ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം. നമുക്ക് എല്ലാ ബട്ടൺസും ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ. അകത്തൊക്കെ ഫുൾ ഹോളാണ് അതിന്. പിന്നെ ബാക്കിൽ 2 പോക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, അതിന് പെട്ടെന്ന് അങ്ങനെ ഒന്നും പോകത്തില്ല. അങ്ങനത്തെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ കുറച്ച് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീട്ടിലെ പട്ടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വീട്ടിലല്ല, എന്റെ അടുത്ത വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കെ. അപ്പൊ ഇതാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് കിട്ടിയത് ഒരു 260 അത്ര സംതിങ്ങിനാണ് കേട്ടോ. ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക് ഇപ്പൊ റേറ്റ് പോയിട്ടുണ്ടെന്നോട് ഞാൻ ലിങ്ക് കൊടുത്തേക്ക്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കാഷ്വലി ബ്രാൻഡിന്റെ റേറ്റിംഗ് മാറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അടിപൊളി ഡെനിമിന്റെ സ്കേർട്ടാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താന്ന് വെച്ചാല് ഞാൻ അതുപോലെ തന്നെ എനിക്ക് ആ ഡെനിം കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഡെനിം. അതായത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് എനിക്കല്ല, ഇത് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. അവൾക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറൊരു കളർ വാങ്ങിയതാണ് കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഏകദേശം എല്ലാം സെയിം തന്നെയാണ്, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബട്ടൺസ് ആയിരുന്നാലും ഇവിടുത്തെ ബട്ടൺ ആയിരുന്നെങ്കിലും ഇവിടുത്തെ ബക്കിളാണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും ബാക്കി എല്ലാം ക്വാളിറ്റി ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. റേറ്റ് വരുമ്പോഴത്തേക്ക് സെയിം ആണ്. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്റെ ക്വാളിറ്റി അറിയുമെന്ന് അറിയത്തില്ല. പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 200 സംതിങ്ങിനാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മോക്ക് ഞാൻ വേണ്ടിയിട്ട് സൈസ് എടുത്തേക്കുന്നത് 32 ആണ് കേട്ടോ സൈസ് എടുത്തേക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇത്ര ലെങ്ത് വരും കേട്ടോ. മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് ഇത്ര ലെങ്ത് വരും. നല്ലൊരു അടിപൊളി ഒരു ഡെനിമിന്റെ സ്കേർട്ട്. അടുത്ത സ്കേർട്ടിലേക്ക് കിടക്കാം. അടുത്ത സ്കേർട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാ. മീഷോന്ന് വാങ്ങിയിട്ട് എനിക്ക് അവന്റെ കളർ പാറ്റേണും ആ ഒരു തീമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു ബീച്ച് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയ ഒരു ബീച്ച്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് തോന്നില്ലേ ഒരു ബീച്ച് വൈബ്? അങ്ങനെ തോന്നുന്നില്ല ഇത് കണ്ടിട്ട്?
നല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ്. അതിന് അകത്തൊരു ലൈനിങ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സുഖമാണ്, എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയോ. വൈറ്റ് കളർ ടോപ്പിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല ലുക്ക് ആയിരിക്കും. ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ഏകദേശം ഒരു മുട്ടിന്റെ താഴെ അത്യാവശ്യം ഒരു ലെങ്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അല്ലെങ്കിൽ നിമിഷം ഒന്ന് കോഡ് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. നല്ല മെറ്റീരിയലാണ് കണ്ടോ, നല്ല രസമാണ് കേട്ടോ. കളവേട് നല്ല ഭംഗിയാ. എലാസ്റ്റിക് ആണ് കേട്ടോ, ഇവിടെ എലാസ്റ്റിക് കൊടുത്തേക്കുന്നേ കണ്ടോ, ഇവിടെ എലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, അടിപൊളിയാ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താന്ന് വെച്ചാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അതെന്താണ്? ബ്ലാക്ക്. ഇതും ബ്ലാക്ക്, അതും ബ്ലാക്ക് ആണല്ലേ. ബ്ലാക്ക് 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 ബ്ലാക്ക്. ഇത് ബ്രാൻഡ് വരുമ്പോഴത്തേക്ക് ഞാൻ മിക്കപ്പോഴും പറയാനുള്ള ഒരു ബ്രാൻഡാണ് ആമഡോ. അടിപൊളിയായിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് ബ്ലാക്ക് കളർ സ്കേർട്ട് കേട്ടോ, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് നെറ്റിന്റെ ഒരു പോർഷൻ പോലെ കണ്ടോ, നമുക്ക് നമ്മള് കയ്യോ എന്ത് കാണും, പക്ഷെ അകത്ത് ലൈനിങ് ഉണ്ട്, അതുകൊണ്ട് നോ ഇഷ്യൂ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിലും മേലിൽ വരുമ്പോഴത്തേക്കാണെങ്കിലും എന്റെ അടുത്ത് ഇത് ആരോ ഞാൻ ഒരു തവണ ഇട്ടപ്പോഴത്തേക്ക് ആരോ എന്നോട് ലിങ്ക് ചോദിച്ചായിരുന്നു. ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് വേറെ എന്നാ പറഞ്ഞത്, പക്ഷെ ഞാൻ കറക്റ്റ് ആണ് കൊടുത്തത്. ഇനിയിപ്പോ ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഞാൻ ഏതോ ഒരു ഷോർട്സിൽ ഇട്ടപ്പോഴത്തേക്ക് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ കേട്ടോ, നെറ്റ് ഇങ്ങനെ വരും, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ടാഗ് പോലും പോയിട്ടില്ലേ. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സ്കേർട്ട് കേട്ടോ, നല്ല രസമാണേ, നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഒരു പാറ്റേണിലുള്ള ഒരു സ്കേർട്ട്, വളരെ റേറ്റ് കുറവാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമഡോർ എന്ന ബ്രാൻഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഉണ്ട്. അതും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നല്ല റേറ്റ് കുറവിനുള്ള ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത സ്കേർട്ടിലേക്ക് കിടക്കാം. അടുത്ത സ്കേർട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാ. മീഷോന്ന് ഇതിന്റെ തന്നെ ഒരുപാട് ഈ പാറ്റേൺ തന്നെ ഒരുപാട് കളർ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അവിടെ അതിലിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് തന്നെ പല 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 കളറുകൾ ഉണ്ടായിരുന്നു. റെഡ്, ഗ്രീന്, ബ്ലൂ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ താഴത്തെ ഈ ഒരു ഒരു ഇത് വന്നിട്ട് ഒരു ലേസ് വന്നിട്ട് ഗോൾഡൻ കളർ ലേസ് വന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇതിനി എന്തെങ്കിലും ഇളക്കി എന്തെങ്കിലും കളയണം കേട്ടോ. ബാക്കി അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോക്കൽ ലുക്ക് അങ്ങനെ ആയി തോന്നുന്നു. പക്ഷെ ഇവിടെയൊക്കെ അടിപൊളിയാ. കോട്ടൺ മെറ്റീരിയൽ നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു കോട്ടൺ, നല്ലൊരു സുഖമുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഭംഗിയാണ് അല്ലേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ വരുന്ന ഒരു സ്കേർട്ട് കേട്ടോ. ഫുൾ ലെങ്ത് ആണ് കേട്ടോ, ഫുൾ ലെങ്താ വരുന്നത്. റേറ്റൊക്കെ വളരെ കുറവായിരുന്നു, 100 സംതിങ് എന്തുകൊണ്ടാണ്. മീഷോയിൽ തന്നെയുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇവിടെ കിട്ടി കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ കോഡ് കൊടുക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ അടുത്ത സ്കേർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ടോക്കിയോ ടോക്കീസിന്റെ ഞാൻ ആ ഒരു മോഡൽ ഇട്ടേക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സ്കേർട്ട് ഒരു ബ്ലാക്ക് കളർ സ്കേർട്ട്. അതിന്റെ ഫ്രണ്ടിലേക്ക് ഒരു പ്രത്യേക ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഫ്രണ്ടിൽ ഒരു ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ ഫ്രണ്ടില്, അതേപോലെ തന്നെ ഇവിടെയുണ്ട്. ഇതിങ്ങനെ പിടിച്ചിങ്ങനെ നമുക്കിങ്ങനെ ടൈ ചെയ്ത് വെക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ടൈ ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും. ഫ്രണ്ടിലെ പോർഷനിൽ വന്നിട്ട് സൈഡിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു മനസ്സിലാവുമെന്ന് തോന്നുന്നു. സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്കേർട്ട് കേട്ടോ. ടോക്കിയോ ടോക്കീസിന്റെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫറിലേക്ക് കടന്നപ്പോഴത്തേക്ക് എനിക്കൊരു 100 സംതിങ്, അതായത് 200 രൂപയ്ക്ക് അകത്തുനിന്ന് ഞാൻ വാങ്ങിയതാ. കോട്ടൺ അല്ല മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു മെറ്റീരിയൽ അങ്ങനെ പറയാം നമുക്ക്. എനിക്കറിയത്തില്ല, കുറച്ചൊരു അത്ര കോട്ടൺ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ചൊരു സ്റ്റിഫാണ് മെറ്റീരിയൽ. പക്ഷെ ഡാർക്ക് ബ്ലാക്ക് അല്ല കേട്ടോ. ഒരു നിറച്ച ബ്ലാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ബ്ലാക്ക് കേട്ടോ. ഡാർക്ക് ബ്ലാക്ക് ഒന്നും അല്ല. ഇങ്ങനത്തെ ഒരു സ്കേർട്ട് കേട്ടോ. നല്ല രസമാണ്. ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. കാരണം ബോഡി ഇങ്ങനെ ഒതുങ്ങിയിട്ട് താഴെ വന്നിട്ട് കുറച്ചൊന്ന് ഫ്ലെയർ ആയിട്ട് അങ്ങനെ കിടക്കുന്ന മെറ്റീരിയൽ മോഡലാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് അറിയായിരിക്കും. ഇങ്ങനെ നല്ലൊരു സ്കേർട്ടാണ് കേട്ടോ. നമുക്കതിന് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താന്ന് വെച്ചാല് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡെനിം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിൽ ഡെനിം എന്നാ കൊടുത്തേക്കുന്നത്. പക്ഷെ ഡെനിം ആണോ എന്ന് വെച്ചാൽ അറിയത്തില്ല കേട്ടോ. ഒരു കോട്ടൺ മെറ്റീരിയൽ ഇതിനെയൊക്കെ ഡെനിം എന്ന് പറയുമോ എനിക്കറിയില്ല. ഡെനിമിന്റെ ആ ഒരു
ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ടോക്കിയോ ടോക്കീസിന്റെ ആണ് കേട്ടോ. ടോക്കിയോ ടോക്കീസിന്റെ ഇത് എക്സൽ സൈസ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ നിങ്ങളെ നോർമൽ സൈസിനെക്കാളും 1-2 സൈസ് കുറവ് വേണം വാങ്ങാനായിട്ട്. കാരണം ഇത് ഇട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അയൺ ചാൻസ് ഉണ്ട്. ഇത് എലാസ്റ്റിക് അല്ലായിരുന്നിട്ട് കൂടിയിട്ട് ഇത് അയഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കാരണം എലാസ്റ്റിക്കും അല്ലാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഈ ഭാഗം വരുമ്പോഴത്തേക്ക് അയഞ്ഞിങ്ങനെ വരുന്നുണ്ട്. സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സിബ് ഉണ്ട്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫുൾ ലെങ്ത് വേണമെന്ന് പറയാം. ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ നല്ല ലെങ്ത് തോന്നിക്കും. നല്ല ലെങ്ത് ആയിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ ഫുൾ വരുമ്പോഴത്തേക്ക് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടി കുറഞ്ഞൊരു മെറ്റീരിയൽ അത്രയാണ് കേട്ടോ. അല്ല ഡെനിം ആണോ അത്ര തിക്കായിട്ടുള്ള അങ്ങനെയൊന്നും അല്ല കേട്ടോ. കണ്ടോ, ഒരു കട്ടി കുറഞ്ഞ ഒരു മെറ്റീരിയൽ, പക്ഷെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്കേർട്ട് കേട്ടോ. ഇടുമ്പോഴത്തേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് ഒരു ടോപ്പിന്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. എന്താ ടോക്കി ടോക്കീസ് ആണ് കേട്ടോ. അതിന്റെ റേറ്റ് എനിക്ക് വളരെ ഓർമ്മയില്ല, ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അപ്പോൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്കിനി ലാസ്റ്റത്തെ സ്കേർട്ടിലേക്ക് കിടക്കാം. അപ്പൊ ലാസ്റ്റത്തെ എന്താന്ന് വെച്ചാല് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, വീണ്ടും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കളർ, അതും ബ്ലാക്ക് തന്നെയാണ്. അതായത് ബ്ലാക്ക് കളർ ഒരു സ്കേർട്ട്. നല്ല നല്ല സ്കേർട്ടുകളെ കാണാൻ വേണ്ടിയിട്ട് ജില്ലാന്ന് കിടക്കും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര നമുക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു ശരീരത്തിന് ഒരു കുളിര് കോരും പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറ്. ഫുൾ ലെങ്ത് അല്ല, നമ്മുടെ ഒരു നീ അത്ര, നമ്മുടെ കൊച്ചു മുട്ടിൻ്റെ അത്യാവശ്യം ആ ഒരു ലെങ്തിൽ ഇങ്ങനെ കിടക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ ബട്ടൺസ് ആണ്, ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടൺസ് ആണ്. എലാസ്റ്റിക് ആണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇത് ഇടുമ്പോഴത്തേക്കും. ഇങ്ങനെ നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്കേർട്ട് കേട്ടോ. ഇങ്ങനെ ബട്ടൺസ് ഇങ്ങനെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. വരുമ്പോഴത്തേക്കാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ്. കാണുമ്പോഴത്തേക്ക് അറിയാം, ചുളിവുകളത്തെ കൂടെ വരുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. അതെ, റയോണിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കിയോ ടോക്കീസിന്റെ തന്നെ എക്സൽ സൈസ് ആണ് കേട്ടോ. ടോക്കിയോ ടോക്കീസിന്റെ തന്നെ എക്സൽ സൈസിൽ വരുന്ന ഒരു സ്കേർട്ട് ആണ് കേട്ടോ. ഫുള്ളോ അപ്പൊ അത്രയാണ് കേട്ടോ. അതെ, അത്രയാണ് കേട്ടോ. ഇന്നത്തെ സ്കേർട്സിന്റെ വീഡിയോ വന്നിട്ട് അത്രയാണ്. ഇനിയുണ്ട് സ്കേർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയുണ്ട്. ഞാൻ വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തതാണ് കേട്ടോ. ഒരു 6 എണ്ണം എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണം. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ലൈക്ക് വഴിയാണല്ലോ ഞാൻ അറിയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ പിന്നെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താലല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ കാണണ്ടേ അല്ലേ. അപ്പൊ പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. നാളെ എന്നെ കാണണ്ടേ, അപ്പൊ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നാളെ കാണുന്നത് വരേക്കും ബൈ.